ഇസ്രായേലിൽ നിന്ന് തേക്കടി കാണാനെത്തിയ വിനോദസഞ്ചാരികളെ അപമാനിച്ച കാശ്മീരി കടയുടമകൾ മുമ്പും വിവാദങ്ങളിൽ കുടുങ്ങിയവരാണ്. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കാശ്മീർ സ്വദേശികളുടെ കടയിൽ നിന്നാണ് ഇസ്രായേലുകാരെ ഇറക്കിവിട്ടത്. ഈ കടയുടമകൾ കടയിലെത്തുന്നവരോട് രാജ്യം ചോദിക്കുന്നത് പതിവാണ്. ഇതിന്റെ പേരിൽ മുമ്പും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ കടയുടമകൾക്കെതിരെ ഉയർത്തിയത്. ഈ കടയ്ക്കടുത്തും കാശ്മീരികളുടെ മറ്റു കടയുണ്ട്. അവരൊന്നും ഇസ്രായേലി ദമ്പതികൾക്ക് സാധനം നൽകുന്നതിൽ വിമുഖതയും കാണിച്ചിട്ടില്ല. ഈ ഒരു കട മാത്രമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് പ്രദേശത്തെ വ്യാപാരികളും പറയുന്നത്. തേക്കടിയിലെത്തിയ ഇസ്രായേലി സ്വദേശികൾ കടയിലേക്ക് ഓട്ടോയിലാണ് എത്തിയത്. അതിനു ചുറ്റുമുള്ള കടകളിൽ കയറി സാധനം വാങ്ങി നടന്നു. ഇതിനിടയിലാണ് ഈ കടയിലേക്ക് എത്തിയത്. ഇസ്രായേലി എന്ന് പറഞ്ഞതോടെ സാധനം തരില്ലെന്നും ഇറങ്ങിപ്പോകാനും കടക്കാരൻ ആവശ്യപ്പെടുകയായിരുന്നു. പുറത്തിറങ്ങിയ ഇസ്രായേലി സ്വദേശികൾ തൊട്ടടുത്ത കടക്കാരനോട് കാര്യം പറഞ്ഞു. ഇതിനിടെ ഇവരെ ഇവിടെയാക്കി ജ്യൂസ് കുടിക്കാൻ പോയ ഓട്ടോറിക്ഷക്കാരനും എത്തി. പ്രശ്നമറിഞ്ഞ് നാട്ടുകാരും എത്തി. കേരളത്തിന് നാണക്കേടാകുമെന്നും മാപ്പ് പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഡ്രൈവർ സിദ്ധാർത്ഥൻ നടത്തിയ നീക്കത്തിനൊടുവിൽ കടക്കാർ മാപ്പ് പറഞ്ഞു. വീഡിയോ വൈറലായതോടെ അന്വേഷണത്തിന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും എത്തി. കേന്ദ്ര ഇന്റലിജൻസും റോയും തേക്കടിയിലേക്ക് വന്നു. വ്യാപാരികളും ഇസ്രായേലുകൾക്കെതിരെ നിലപാടെടുത്ത കടയ്ക്കെതിരായി ഇതോടെ ആ ഷോപ്പ് അടയ്ക്കുകയും ചെയ്തു. സാധനങ്ങൾ വാങ്ങാൻ എത്തിയവർ ഇസ്രായേൽ സ്വദേശികളാണെന്ന് അറിഞ്ഞതോടെ കടയുടമകൾ അപമാനിക്കുകയായിരുന്നു. ഇരു കൂട്ടരും തമ്മിലുള്ള പ്രശ്നത്തിൽ സമീപത്തുള്ള മറ്റു കടയുടമകളും ഇടപെട്ടതോടെ ഇസ്രായേൽ സഞ്ചാരികളോട് കാശ്മീരികൾ മാപ്പ് പറഞ്ഞു. പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്തു. ഓട്ടോ ഡ്രൈവറാണ് ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തത്. സാധനം വാങ്ങാൻ ഇസ്രായേലികളെ ഇറക്കിയ ശേഷം കൂട്ടുകാരനോടൊപ്പം അടുത്ത കടയിൽ ജ്യൂസ് കുടിക്കാൻ പോയി. അതിനുശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് വിഷയം അറിഞ്ഞത്. ഉടൻ ശക്തമായി ഇടപെട്ടു. ആ ഇസ്രായേലികൾക്കും പ്രശ്നം വഷളാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. പ്രശ്നങ്ങളില്ലാതെ എല്ലാം പരിഹരിക്കണമെന്ന നിലപാടാണ് അവർ എടുത്തതെന്ന് ഓട്ടോ ഡ്രൈവർ മറുനാടനോട് പറഞ്ഞു. ഈ പ്രശ്നത്തിന്റെ വീഡിയോ അതിവേഗം വൈറലായി. നയതന്ത്ര തലത്തിലെ ഇടപെടൽ കേന്ദ്ര ഏജൻസികളും തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് വിവരശേഖരണത്തിന് ഐബിയും റോയും ഓടിയെത്തിയത്. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കട നടത്തിപ്പുകാരുടെ ചരിത്രവും പശ്ചാത്തലവുമെല്ലാം ഐബിയും റോയും ശേഖരിക്കും. പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ട്. ഇസ്രായേൽ എംബസിയും ഈ വിവാദം ശ്രദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ അവർ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. നാട്ടുകാരുടെ പിന്തുണ കിട്ടിയതിൽ ഇസ്രായേലി ദമ്പതികളും സന്തുഷ്ടരാണ്. കേരളത്തിൽ വിനോദസഞ്ചാര ലക്ഷ്യത്തോടെയാണ് ഈ ദമ്പതികൾ എത്തിയതെന്ന് പോലീസും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ടൂറിസം വകുപ്പും വിവാദത്തെ ഗൗരവത്തിലെടുക്കും. ഇസ്രായേൽ പൗരന്മാർ ആയതുകൊണ്ട് വിനോദസഞ്ചാരികളെ ഇറക്കി വിട്ടു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് സമീപത്തുള്ള കടക്കാർ ഇടപെടുകയായിരുന്നു. കാര്യം എന്താണെന്ന് മനസ്സിലായതിനെ തുടർന്ന് ക്രുദ്ധരായ പ്രദേശവാസികൾ കുറച്ച് കടുത്ത ഭാഷയിൽ തന്നെ കടയുടമയോട് ഇടപെട്ടു. പ്രദേശവാസികളായ കടക്കാർ കശ്മീർ സ്വദേശികളോട് രൂക്ഷമായി സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നാട്ടുകാരുടെ ഇടപെടലുണ്ടായില്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ പോലും അത് രാജ്യത്തിന് തിരിച്ചടിയാകുമായിരുന്നു. കേരളത്തിലേക്ക് വീണ്ടും ടൂറിസ്റ്റുകൾ എത്തുകയാണ്. കൊച്ചിയിൽ നിന്നും മൂന്നാറിലേക്കും മറ്റും ആളെ കൊണ്ടുപോകാൻ സീപ്ലെയിൻ സംസ്ഥാന സർക്കാർ എത്തിക്കുന്നതും ഇതിലൂടെയുള്ള വരുമാന നേട്ടത്തിന് വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ടൂറിസം വികസനത്തിന് സർക്കാർ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇസ്രായേൽ വിവാദം തേക്കടിയിൽ ഉണ്ടാകുന്നത്. ഇടുക്കിയിലേക്ക് വലിയ തോതിലാണ് വിദേശ സഞ്ചാരികൾ എത്തുന്നത്. ഈ ഒഴുക്കിനെ പോലും ഈ വിവാദം ബാധിക്കുമായിരുന്നു.